വിസ്മയത്തുമ്പത്താണോ കേരളം? പുതുയുഗയാത്ര പൂർത്തീകരിക്കുമ്പോഴേക്കും ഇനിയുമേറെ വിസ്മയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ്? വി എസ് ഓർമ്മയായതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ എ സുരേഷ് CPM-നെതിരെ പിണങ്ങിപ്പിരിഞ്ഞ സഹയാത്രികൻ പ്രേംകുമാർ നാളെ കോൺഗ്രസ് വേദിയിൽ. ആവനാടിയിൽ ആയുധങ്ങൾ നിറയുന്നതിനിടെയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് കൃത്യം പിന്നിലൊരു കുത്ത്. മണിശങ്കർ അയ്യർ മൂന്നാമൂഴം പിണറായി വിജയന് ഒന്നു പറഞ്ഞു നിർത്തിയില്ല. പിന്നെയും വിസ്മയം വിരിയുന്നത് എങ്ങനെ? ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ, ശ്രീ എൻ ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. അതിനു മുമ്പ് നമ്മളൊരു അതിഥിയിലേക്ക് പോവുകയാണ്. ശ്രീ എ സുരേഷ്, VS അച്യുതാനന്ദന്റെ ദീർഘകാല സഹയാത്രികൻ, ഇടത് സഹയാത്രികൻ എന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ സ്വയം അടയാളപ്പെടുത്തിയിരുന്നയാൾ ഇപ്പോൾ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുമോ അതോ സ്വതന്ത്രനായി മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സുരേഷ്, സ്വാഗതം. എന്താണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട്? അത് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന ഇടങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നുമുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങ് മലമ്പുഴയിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനവുമായിരിക്കുന്നുവല്ലോ. അല്ല, എന്തുകൊണ്ടെന്ന് എന്നുള്ള ചോദ്യത്തിന് ഇപ്പം പ്രസക്തിയില്ലാതായിരിക്കുകയാണ്. കാരണം ഞാനൊരു 2013 മെയ് മാസത്തിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള 3 ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് അപ്പീലുകൾ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു ഈ കാലമത്രയും. സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ബോധ്യമാവാത്ത ഒരു ഘട്ടമാണ് ഈ കഴിഞ്ഞ 13 കൊല്ലം കടന്നുപോയത്. തിരിച്ചെടുക്കാതായപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ഓപ്ഷൻസും ആളുകളും എന്നെ സമീപിച്ചിരുന്നു പല ഘട്ടങ്ങളിലായി. ഞാൻ എല്ലാ ആളുകളോടും അത്തരത്തിലുള്ള സംവിധാനങ്ങളോടും ഞാൻ നോ പറഞ്ഞിട്ടാണ് ഇതുവരെ നിന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചിരുന്നുള്ള വസ്തുതയാണ്. പല കാര്യങ്ങളും പല രൂപത്തിൽ പല ധാരണയിൽ അവർ സംസാരിച്ചു. അതിനൊക്കെ ഞാൻ സമ്മതം മൂളി സംസാരിച്ചില്ല. നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവർ മലമ്പുഴയിൽ മത്സരിക്കാമോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ ആദ്യം നിരസിക്കുകയാണ് ചെയ്തത്. ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്നലെയാണ് KPCC ജാഥ, UDF-ൻ്റെ ജാഥ, ആ ജാഥയുടെ ക്യാപ്റ്റനായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് വിളിച്ച് സുരേഷിൻ്റെ സാന്നിധ്യം പുതുയുഗ യാത്രയ്ക്ക് സന്തോഷകരമാവുമെന്നും താങ്കൾ പാലക്കാട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്വീകരണ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്നും എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അപ്പോഴും ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അതാണ് ഇത്രയും കാര്യങ്ങളാണ് വസ്തുതയായിട്ടുള്ളത്. ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അല്ല, ജാഥ നാളെയും കൂടി ഉണ്ട്. ഞാൻ ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. നാളെ മിക്കവാറും ഞാൻ ജാഥയിൽ പങ്കെടുക്കുന്നതായിരിക്കും. ശ്രീ എ സുരേഷ്, നോക്കൂ, ഇതിപ്പോ ജാഥ ക്യാപ്റ്റനായ VD സതീശന്റെ വെറുമൊരു സന്തോഷമല്ല. അതിനപ്പുറത്തേക്ക് അത് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം എന്ന നിലയ്ക്ക് തന്നെ UDF കൈക്കൊള്ളും, UDF അത് ആഘോഷിക്കും എന്നങ്ങ് തിരിച്ചറിയുന്നില്ലേ? സ്വാഭാവികമായും അങ്ങ് അതിന്റെ ഭാഗമാവുകയല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഇടതുപക്ഷ മനസ്സുള്ള ഒരാളാണ്. അത് അന്നും ഇന്നും ആ ഇടതുപക്ഷ മനസ്സ് ഞാൻ കൈമോശം പോയിട്ടില്ലാതെ കാത്തു സൂക്ഷിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. UDF-ൻ്റെ ഞാൻ സ്വതന്ത്രമായി നിന്നാൽ UDF പിന്തുണയ്ക്കുമെന്ന് പോലും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടതുപക്ഷ മനസ്സ് ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ഈ പാർട്ടി സംവിധാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഞാനും. ഈ പാർട്ടിയുടെ മൂല്യച്യുതി സംഭവിച്ചാൽ കേരളത്തിന് ഈ പാർട്ടി ആവശ്യമുണ്ട്. ആ പാർട്ടിയിൽ മൂല്യച്യുതി സംഭവിച്ചാൽ പണ്ട് MN വിജയൻ പറഞ്ഞതുപോലെ പാർട്ടി ഉണ്ടാവും, പക്ഷേ കൂടെ ജനങ്ങളുണ്ടാവില്ല. സച്ചിദാനന്ദൻ മാഷു ആകുലപ്പെട്ടതുപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പാർട്ടിയുടെ ഈ വലതുപക്ഷ വ്യതിയാനത്തോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂല്യച്യുതികളോട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അത്തരം ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. സുരേഷ്, നോക്കൂ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ VS അച്യുതാനന്ദന്റെ സഹയാത്രികൻ, ഏത് സമയത്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങിയ കാലം മുതൽ അങ്ങയെ കാണുന്നത്, അങ്ങയെ അറിയുന്നത്. കേരള രാഷ്ട്രീയം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആ നിലയ്ക്ക് മലമ്പുഴയിൽ VS ഓർമ്മയായതിനു ശേഷമുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇടത് ആശയഗതിയുള്ളവർ അങ്ങേക്ക് വോട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷ അങ്ങേക്കും അതിനോടൊപ്പം തന്നെ UDF സംവിധാനത്തിനും ഉണ്ടാകുമല്ലോ. പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്ന ഒരൊറ്റ വോട്ട് അങ്ങനെ കിട്ടില്ല എന്നുള്ളതാണ്.
അല്ല, അദ്ദേഹം വലിയ ആളാണ്. അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ഞാനല്ല ആളല്ല. അവർ സ്വാഭാവികമായിട്ടും അദ്ദേഹം എൻ്റെയും കൂടി നേതാവായിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറല്ല. ഇടത് വോട്ട് കിട്ടും, എനിക്ക് മറുപടി പറയാമല്ലോ. അല്ല, ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്നോട് സംസാരിച്ചത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയേണ്ടത് പറയും. ശരി, ഈ പോകുന്നവരെയും എല്ലാവരെയും ഒന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് കൂടി പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ടല്ലോ. നോക്കൂ, ഇടതുപക്ഷം നിലനിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് അങ്ങ്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് രാഷ്ട്രീയ ജീവിതം തുടരുന്നത് എന്നങ്ങ് പറയുന്നു. പക്ഷെ വിയോജിപ്പുകളുണ്ട്. ഇപ്പോൾ പ്രേംകുമാർ അടക്കമുള്ളവർ ഇടതുപക്ഷത്ത് നിന്ന് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പലരും, ഇപ്പോൾ ജയൻ ചേർത്തല ശരിയാണ്, ഇടതിൻ്റെ അത്ര വളരെ സജീവമായിരുന്ന ഒരു പ്രവർത്തകനല്ല, എന്നിരുന്നാൽ പോലും ചില മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇടതുപക്ഷത്ത് നിന്ന് മാറാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ കേരള സമൂഹത്തിന് ഈ പാർട്ടി ആവശ്യമുണ്ട്. ഇടതുപക്ഷമല്ലാതാവുന്ന ഒരു ധാരയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും അതിന് ഉദാഹരണങ്ങളാണ്. അത് ഓരോ സംഭവങ്ങളും ഞാൻ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ എടുത്തു പറയുന്നില്ല. ആ ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാതിരിക്കാൻ കുറേ ആളുകൾ കൂടി ആയിരക്കണക്കിന് ആളുകൾ കൂടി കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അസംതൃപ്തിയുണ്ട്. കേരളത്തിലാകെ അസംതൃപ്തരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം, ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂല്യച്യുതിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും. പാർട്ടി സംവിധാനത്തിനുള്ളിൽ അസംതൃപ്തരാകുന്ന ആളുകൾക്ക് കൃത്യമായ ഇടമാണ് കോൺഗ്രസ് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഇത്രയേറെ ഈ അസംതൃപ്തിയുടെ കാരണം തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടു, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ പടലപ്പിടക്കങ്ങളും പാളയത്തിലെ പടകളും കോൺഗ്രസിൽ ഉണ്ടാകാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് കോൺഗ്രസിന്റെയും UDFന്റെയും പാളയം അത്ര സുഗമമാകുമോ? ഞാൻ സൂചിപ്പിച്ചു, കോൺഗ്രസിൽ ഞാൻ ചേരുന്നില്ല. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇടതുപക്ഷ മനസ്സോടുകൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. നാളെയും അങ്ങനെ ആയിരിക്കും. ശരി, അതുകൊണ്ടൊരു കൂടുമാറ്റം എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യത്തെ അങ്ങ് അഭിസംബോധന ചെയ്യാൻ തയ്യാറുമല്ല. നോക്കൂ, ഒരൊറ്റ കാര്യം കൂടി, ശ്രീ സുരേഷ്, ഈ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ അങ്ങ് നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഊഴം പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളൊരൊറ്റ വാശി കൊണ്ട് ചലിക്കുന്നൊരു സംഘടനാ സംവിധാനം ഇടതുപക്ഷത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ മണിശങ്കർ അയ്യർ അടക്കം നടത്തിയ പരാമർശങ്ങൾ അത് UDFന് എതിരുമാണ്. കേരള രാഷ്ട്രീയം ഏത് ഗതിക്ക് ഈ നിയമസഭയിൽ വിധിയെഴുതുമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അത്ര വലിയ വലിയ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മൂല്യച്യുതിക്കെതിരായിട്ടുള്ള സംഗതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാം ഭരണത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അത്ര വലിയ ആളല്ല ഞാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ സുരേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. നമ്മളോടൊപ്പം മറ്റ് അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ പ്രേംകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ. ശ്രീ പ്രേംകുമാർ, VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം കണ്ടു ശീലിച്ച സുരേഷ്, പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ സാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് അത്രമേൽ ഇടതു മനസ്സുള്ള ഒരാൾ എന്ന നിലയ്ക്കു തന്നെയാണ് അതൊരു രാഷ്ട്രീയ നിയമനമാണെന്ന വിമർശനം പോലും ഒരിടത്ത് ഉണ്ടാവുകയും ചെയ്തു ഒരു ഭാഗത്തു നിന്ന്. അവരെല്ലാവരും കളമൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? UDFന്റെ ഈ പുതുയുഗ യാത്ര അവസാനിക്കുന്ന സമയത്തേക്ക് വലിയ വിസ്മയങ്ങൾ കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കണോ? മാധുവിന്റെ ചർച്ചേന്റെ ടൈറ്റിൽ നല്ലതായിട്ടുണ്ട്. വിസ്മയത്തുമ്പത്ത് നിന്നാണ്. 2004 ഇറങ്ങിയ ഫാസിലിന്റെ ഒരു സിനിമയാണ്. ശ്രീകുമാർ എന്നായിരുന്നു മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. രേഖ എന്നായിരുന്നു നമ്മുടെ നയൻതാരയുടെ കഥാപാത്രത്തിന്റെ പേര്. നയൻതാരയുടെ കഥാപാത്രം ഒരു സ്പിരിറ്റായിരുന്നു, ഇല്ലാത്തൊരു സംഗതിയായിരുന്നു, ഒരു പ്രേതമായിരുന്നു. അതുപോലെ ഇതാ UDF ഇപ്പൊ ജയിക്കാൻ പോകുന്നു, അടുത്ത തവണ ഭരണത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു ഇല്ലാത്ത സാധനം കണ്ടിട്ടാണ് കുറെ ആളുകൾ മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിലേതെങ്കിലും ഒരാൾ CPIM മോശമാണ്, LDF മോശമാണ്, UDF ആണ് അതിനേക്കാൾ നല്ലത് എന്നോ, വർത്തമാനകാല ഇന്ത്യൻ കേരള രാഷ്ട്രീയാവസ്ഥയിൽ കോൺഗ്രസ് ആണ് നല്ല നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെയോ ആ തുറന്നു പറയലിന്റെയോ കോണ്ടെക്സ്റ്റിലാണ് മാറുന്നതെങ്കിൽ നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. പക്ഷെ ഇതിപ്പം മാധു പറഞ്ഞൊന്നുമല്ല, 5-6 ആളുകളുണ്ട്, 5-6 ആളുകളുടെ ലിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ പലതരത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. സുരേഷിനെ ഞാനും മാധുവിനെ പോലെ തന്നെ VSന്റെ കൂടെ തന്നെ എപ്പോഴും കണ്ടിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് CPMനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം UDFന്റെ പിന്തുണയോടെ മലമ്പുഴയിൽ മത്സരിക്കാൻ ആലോചിക്കുന്നതെന്നാണ്. എന്ത് വിചിത്രമാണ് മാധു.
CPM രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ UDF-ന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പറ്റുക? CPM നെ ഇപ്പോഴും ഇടതുപക്ഷക്കാരനാണെന്ന് പറയാം. ഇന്ത്യൻ മതേതരത്വം എന്നാണെങ്കിൽ പറഞ്ഞില്ല, ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഇപ്പം VD സതീശൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ളത്. എക്സ്ട്രീം റൈറ്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന്. ആയിക്കോട്ടെ, കേരളത്തിൽ നിലവിലുള്ളതിൽ ഇടതുപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും MLA ഉള്ളതും MLA-മാരുള്ളതും സംഘടനാ സംവിധാനമുള്ളതും CPM തന്നെയാണ്. എന്നാലും സമ്മതിക്കുന്നു, ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPIM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ 13 വർഷത്തിന് ശേഷം കോൺഗ്രസിൽ ചേർന്നിട്ട് അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു കൾച്ചർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇലക്ഷന്റെ തലേ ദിവസം ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരെ കേരളം രാഷ്ട്രീയമായിട്ട് സപ്പോർട്ട് ചെയ്യാറില്ല, അംഗീകരിക്കാറില്ല. CPM-ലേക്ക് വന്ന ആരെ പറ്റി നിങ്ങൾ ഉദാഹരണം പറഞ്ഞാലും എന്റെ മറുപടി അത് തന്നെയാണ്. അത്തരം കാര്യങ്ങളെ കേരളം ഉദാഹരിക്കാറില്ല. ഇനി പ്രേംകുമാറിന്റെ കേസിൽ എനിക്കിപ്പോഴും തീരെ വ്യക്തതയില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹവും അദ്ദേഹത്തെ പറ്റി പ്രചരിക്കുന്ന കഥകളും തീർത്തും അവാസ്തവമാണെന്ന് പറയും ഞാൻ. കാരണം 3 വർഷമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലിന്റെ ഡ്യൂറേഷൻ. 2 ടേമിൽ ജനറൽ കൗൺസിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രേംകുമാർ. 2019 മുതൽ 2025 വരെ 6 വർഷം. ആദ്യത്തെ 3 വർഷക്കാലം അദ്ദേഹം മെമ്പറായിരുന്നു, അക്കാദമി മെമ്പറായിരുന്നു. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വൈസ് ചെയർപേഴ്സൺ ആക്കുന്നത്. അദ്ദേഹത്തിന്റെ 3 വർഷം തീരുന്നതിന് മുമ്പ് രഞ്ജിത്ത് രാജിവെച്ച് പോയി, ഒഴിഞ്ഞുപോയി, നമുക്കറിയാം സിറ്റുവേഷൻ. അപ്പൊ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിനെ ചെയർമാന്റെ ചാർജ് കൊടുക്കുന്നു. ചെയർമാന്റെ ചാർജ് കൊടുത്തിട്ട് ആ ജനറൽ കൗൺസിലിന്റെ ടേം കഴിയുന്നതുവരെ അദ്ദേഹം ചെയർമാൻ ചാർജിൽ തുടർന്നു. അതിനുശേഷം പിന്നെ 5 മാസം തുടർന്നു. പിന്നെ സർക്കാർ ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? 3 വർഷത്തേക്കുള്ള ജനറൽ കൗൺസിൽ 3 വർഷവും 5 മാസവും കഴിഞ്ഞതിന് ശേഷം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്രേംകുമാറിന്റെ സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ വന്നു. പഴയ രഞ്ജിത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ റസൂൽ പൂക്കുട്ടി വന്നു. ഇവർ രണ്ടുപേരും CPM-കാരല്ല. കുക്കു പരമേശ്വരനോ റസൂൽ പൂക്കുട്ടിയോ CPM-കാരനല്ല. ഇനി ഇവർ രണ്ടുപേരും ചാർജ് എടുത്ത ആ ദിവസം വൈകുന്നേരമായിരുന്നു IFFയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം. സജി ചെറിയാൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, റസൂൽ പൂക്കുട്ടി ഉണ്ടായിരുന്നു, കുക്കു പരമേശ്വരൻ ഉണ്ടായിരുന്നു, ഇതേ പ്രേംകുമാർ ഉണ്ടായിരുന്നു. പ്രേംകുമാർ അവിടെ സംസാരിച്ചിട്ടുണ്ട്. പ്രേംകുമാറിന്റെ പ്രവൃത്തികളെ പറ്റി സജി ചെറിയാൻ മിനിസ്റ്റർ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്, എന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് സങ്കടം വരുന്നത്. തന്റെ സമുദായമാണോ പ്രശ്നം? സച്ചിദാനന്ദന് കിട്ടാത്ത പരിഗണന എന്താണ് എനിക്ക് കിട്ടുന്ന പരിഗണന എന്താണ് എനിക്ക് കിട്ടാത്തതെന്നാണ് ഞാൻ അത്ഭുതത്തോടെയാണ് ആ ചോദ്യം കേൾക്കുന്നത്. മാധു ഒരു ജേർണലിസ്റ്റാണ്, ബർക്കാദത്തും ജേർണലിസ്റ്റാണ്. ബർക്കാദത്തിന് കിട്ടുന്ന പരിഗണന എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നത്, അദ്ദേഹം ഇപ്പൊ പറയുന്നു ഞാൻ കോൺഗ്രസ് കുടുംബമാണ്, ഞാൻ KSU-കാരനായിരുന്നു, ഞാൻ KSU-വിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അപ്പോ KSU-കാരൻ പോലും ആയിരുന്ന ഒരാളെ വൈസ് ചെയർമാൻ പൊസിഷനിലും ചെയർമാൻ പൊസിഷനിൽ ഇരുത്തുകയാണ് CPM ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണനും KR മോഹനും ലെനിൻ രാജേന്ദ്രനും കമലും ഒക്കെ ഇരുന്ന സീറ്റിൽ 1.5 വർഷക്കാലം ഇരുന്ന ആളാണ് പ്രേംകുമാർ. അദ്ദേഹം മോശമായ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കാലം നല്ലത് തന്നെയായിരുന്നു. ആ ഫെസ്റ്റിവൽ നന്നായി നടന്നിട്ടുണ്ട്, അതും ഓക്കെ. പക്ഷെ ജീവിതാവസാനം വരെ ആ പൊസിഷനിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ആണ് നല്ലത്, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പോകുന്നു. അതിനൊരു കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സമരവും അതിൽ അദ്ദേഹം എടുത്ത നിലപാടുമുണ്ടായിരുന്നു. ഇതിപ്പോ K. സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞല്ലോ. അസത്യമാണ്. ഒരു നിമിഷം, അങ്ങനെയാണെങ്കിൽ അസത്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്റേതായിട്ടുള്ള അഭിപ്രായമല്ലല്ലോ പറഞ്ഞത്, അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വാസ്തവമല്ല. കാരണം ആശാവർക്കർ സമരത്തെ പറ്റി എന്ത് പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന്റെ ടേം അദ്ദേഹം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെയും 5 മാസം ആ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആശാവർക്കർമാരാണെങ്കിൽ അപ്പൊ പറഞ്ഞു വിട്ടിട്ടില്ല. സച്ചിദാനന്ദന്റെ കേസിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് പ്രേംകുമാറിന്റെ കേസിലും. ഈ K. സച്ചിദാനന്ദന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെയും ഈ പറയുന്ന ടേം പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ അത് അടുത്ത 2 മാസത്തേക്ക് കൂടി നീട്ടുകയാണ് ചെയ്യുന്നത്. താൽക്കാലിക വിവാദങ്ങളെ ഒഴിവാക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഞാൻ എങ്കിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ പ്രേംകുമാറിന് 5 മാസമാണ് നീട്ടിക്കൊടുത്തത്. പ്രേംകുമാറിന് 5 മാസം, സച്ചിദാനന്ദന് 3 മാസം, 4 മാസമാണെന്ന് തോന്നുന്നു. എവിടെയാണ് ആ രീതിയിലുള്ളത് അതിന്റെ അകത്ത്? ഓക്കെ, ശരി. അപ്പോഴും ആ വിമർശനങ്ങളുടെ കാതൽ അങ്ങനെയാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇങ്ങനെ നിങ്ങൾ ഈ വിസ്മയങ്ങൾ ഇങ്ങനെ വരിവരിയായി വരുന്നത് കാത്ത് കണ്ണു നിറഞ്ഞ് കണ്ണ് മിഴിഞ്ഞ് നിൽക്കുന്നതിനിടെയാണല്ലോ നിങ്ങളുടെ എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട
അങ്ങ് അങ്ങനെ പ്രധാനപ്പെട്ട എന്നൊരു വാക്കല്ല ഇന്ന് ഫേസ്ബുക്കിലേക്ക് ഉപയോഗിച്ചത് എങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരാൾ കൃത്യം പിന്നിൽ നിന്നൊരു കുത്തു തരുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് കേരളത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അടുത്ത തവണയും അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ളത്. നിങ്ങൾക്ക് അതുണ്ടാക്കുന്ന ഡാമേജ് പിന്നെയും അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയൊന്നും നിങ്ങളെ സ്പർശിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അത് 100% ഞങ്ങൾ വിചാരിക്കുന്നു മണിശങ്കർ അയ്യർ കേരളത്തിലെ സാധാരണക്കാരുമായിട്ട് ഇടപഴകട്ടെ. ഞങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ്. നിരന്തര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വാക്ക് ഒട്ടും മോശമല്ലാത്തൊരു വാക്കാണ്. ദരിദ്രൻ എന്നാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ദാരിദ്ര്യമാണ് അദ്ദേഹത്തിന്. സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് അല്പബുദ്ധി മാത്രമാണ്, ബോധ്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന് മൂന്നാമതൊരു ഊഴം കിട്ടുമെന്ന് അദ്ദേഹം വിമാനത്തിൽ പറന്നിറങ്ങി അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ ഇരുന്ന സ്ഥാനത്തിരിക്കുന്ന KC വേണുഗോപാലിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം അത്രയും വലിയ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഈ പാർട്ടിയുടെ പ്രതാപകാലത്ത് സർവ്വ സൗകര്യങ്ങളും സന്നാഹങ്ങളും പറ്റി ജീവിച്ച അദ്ദേഹം ഇന്ന് ഈ പാർട്ടി ഇതുപോലെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലത്ത് അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്രസ്സ് ചെയ്ത പോലെയുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. അതും കൂടി കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി കടത്തി പറയാമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുക. കാരണം സാധാരണ കോൺഗ്രസ്സുകാരുടെ സങ്കടം മനസ്സിലാകില്ല ഇവർക്ക്. ഇവരെപ്പോലുള്ള ആളുകളല്ല കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകളാണ്, സാധാരണക്കാരാ. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ, പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, തോറ്റപ്പോൾ പോലും 3 ടൈം ദേശീയ തലത്തിലും 2 ടൈം കേരളത്തിലും തോറ്റപ്പോൾ പോലും ഈ പാർട്ടി വിട്ടുപോകാതെ അവസാനം വരെ ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മണിശങ്കർ അയ്യർക്ക് കേരളത്തെക്കുറിച്ച് യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത അഭിപ്രായമാണ് പറയുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് ശരിയാണെങ്കിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാമായിരുന്നില്ല. ആരുടെ ഒപ്പമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്? അതിനു മുമ്പ് അദ്ദേഹം കൈയാളിയിരുന്ന പദവി എന്തായിരുന്നു? രാജീവിന്റെ സ്വപ്നങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ബാല്യവും കൗമാരവും ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രതിപത്തിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് രാജീവിന്റെ ഓഫീസ്, രാജീവ് ഗാന്ധിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ പറ്റി ധാരണ വേണമല്ലോ. അദ്ദേഹത്തിന് ശരി കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപക്ഷെ ധാരണയുണ്ടാകില്ല എന്ന് അങ്ങേക്ക് പറയാം. പക്ഷെ കോൺഗ്രസിനെ കുറിച്ച് ധാരണ വേണമല്ലോ. കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന് അറിയാമല്ലോ. ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകും, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുക? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ചും ധാരണയില്ല, അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ബോധ്യമില്ല, അദ്ദേഹത്തിന് പിണറായി വിജയനെ കുറിച്ചും യാതൊരു ധാരണയുമില്ല. അദ്ദേഹം രാജീവിനോടൊപ്പം വന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല. രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞാലും, പിണറായി വിജയൻ തുടരണമെന്ന് രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞാലും കേരളത്തിലെ സാധാരണ മനുഷ്യർ അംഗീകരിക്കില്ല. പിന്നെയാണോ മണിശങ്കർ അയ്യർ? ആരാ മണിശങ്കർ അയ്യർ? ഇദ്ദേഹത്തെ കുറേ കാലമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്തെ പക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു പോരാട്ട ഭൂമിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നിവർന്നു നിന്ന് പോരാടുന്ന സമയത്ത് അപ്പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രചരണം നയിക്കാനായിട്ട് നാവൂരിയാടുന്ന ആളുകൾ, അവരെ കോൺഗ്രസ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ലല്ലോ. അവരെ കോൺഗ്രസ് ആയിട്ട് മാധ്യമങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ അവരെ കോൺഗ്രസ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. കോൺഗ്രസ് ആയിട്ട് അവശേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യർ പോരാടുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ ജയത്തിന്, ഭരണ നേട്ടത്തിന് വേണ്ടി മാത്രമല്ലെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ട് മണിശങ്കർ അയ്യർ പറഞ്ഞത് അത്ര തന്നെ, അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ അതേപോലെ തന്നെ അത്ര തന്നെ ആഴത്തിൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഞങ്ങൾ വിട്ടുകളയുകയാണ്. അതിനൊന്ന് പുറകെ നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. അദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷവും അതിന് പിന്നും നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കോൺഗ്രസും UDF കേരളത്തിൽ ജയിക്കില്ലായിരുന്നു. പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടെങ്കിൽ ജയിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തരംഗം മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരെ കുറിച്ചിട്ടൊന്ന് പഠിക്കണം. ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാത്രം പഠിച്ച് കോൺഗ്രസ് ആകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സാധാരണക്കാർ വേർത്തൊലിച്ച് പണിയെടുക്കുന്ന സാധാരണക്കാരുടെ ഒരിക്കലെങ്കിലും ഒന്ന് മുദ്രാവാക്യം വിളിക്കട്ടെ മണിശങ്കർ അയ്യർ, ഒരിക്കലെങ്കിലും ഒന്ന് കൊടി പിടിച്ച് സമരം ചെയ്യട്ടെ, പോസ്റ്റർ ഒട്ടിക്കട്ടെ. മണിശങ്കർ അയ്യർ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊന്ന് തെരുവിൽ ഇറങ്ങി ഒന്ന് പോരാടട്ടെ. ഇതൊന്നും ചെയ്യാതെ ഇവരുടെ വിടുവായുത്തം കൊണ്ട് നഷ്ടപ്പെട്ട ഭരണം, ഇവർ പ്രതാപകാലത്ത് ഇവർ ചെയ്തിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ചില കുഴപ്പങ്ങൾ, അതിൻ്റെയൊക്കെ പാപഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് പോരാട്ടം നയിക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഞങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തെ വിട്ടുകളയുകയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഇനി ഇവിടെ കേരളത്തിലെ കേരളത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ വിടുവായുധം കൊണ്ടാണ് ഭരണനഷ്ടം ഉണ്ടായതെന്ന് കൃത്യമാണ്, വളരെ കൃത്യമാണ്. 2014 അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അന്ന് നരേന്ദ്രമോദിക്കെതിരായ ഒരൊറ്റ ആരോപണം, ഒരൊറ്റ പ്രയോഗം, ചായ് പേ ചർച്ച തുടങ്ങി ഇങ്ങോട്ട്, അല്ലെങ്കിൽ
കോൺഗ്രസിന്റെ കടയറുത്ത പ്രഖ്യാപനമായിരുന്നു. അതൊരു വലിയ പ്രൊപ്പഗാൻഡയ്ക്ക്, ഒരു വലിയ പ്രചണ്ഡമായ പ്രചാരണത്തിന് കോൺഗ്രസിന്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്ത ആയുധമായിരുന്നു അത്, ചായ്വാല പ്രയോഗം. അതിനുശേഷം ഇങ്ങോട്ട് കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാനേ കഴിഞ്ഞില്ല. അവരുടെ ഒരു സ്ട്രാറ്റജിയും വലിയ തോതിൽ തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് രാഷ്ട്രീയ സംഭാവനകൾ നൽകിയ മണിശങ്കർ അയ്യറാണ് ഇന്ന് ഇവിടെ വന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നത്. അതായത് ദേശീയ തലത്തിൽ കൊടുത്ത സംഭാവനകൾ പോരാഞ്ഞിട്ട് കേരളത്തിലേക്ക് പറന്നിറങ്ങി എന്നാണ് അടിസ്ഥാന കോൺഗ്രസുകാരുടെ വികാരം. അല്ല മാധു, ഞാൻ ജിൻഡോ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. ഈ മണിശങ്കർ അയ്യർ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് കോൺഗ്രസ്സുകാരൻ എന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തിരുന്ന ആളാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹം ഒരു ഫോറിൻ സർവീസിൽ നിന്ന് വന്ന ആളാണ്. നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്. 2014 മോദിക്ക് അധികാരത്തിൽ വരാൻ ഒരു വലിയ സഹായം ചെയ്തു കൊടുത്ത ആളാണ്. അത് ഇൻഅഡ്വർട്ടൻ്റ്ലി, അതായത് അദ്ദേഹം അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അദ്ദേഹം പറഞ്ഞതിനെ മാധ്യമങ്ങൾ കുറച്ച് വളച്ചൊടിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ AICC സെഷനിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചായ വിതരണം ചെയ്യാം, പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിക്ക് ഒരിക്കലും വരാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ പ്രഡിക്ഷന്റെ ഒക്കെ പോകുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ ഒരു തികട്ടലായിരുന്നില്ലേ? എവിടെ ചെന്ന് കൊള്ളുമോ കൃത്യമായി കൊള്ളുമായിരുന്നല്ലോ. പിന്നെ മാധ്യമങ്ങളെക്കാൾ അപ്പുറത്ത് അത് ഉപയോഗിക്കാൻ കൃത്യമായ സംവിധാനം അന്ന് BJPക്ക് ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. തീർച്ചയായും BJP ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രൺബീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള ലുധിയാനയിലെ MP ആയിരുന്ന, ഇപ്പോഴും MP ആയിട്ടുള്ള, കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഇത്തവണ BJPയുടെ MP ആയിട്ടുള്ള നേതാവിനെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ട്രോൾ ചെയ്തതിന് BJP പ്രധാനമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധി സിഖുകാരെ മുഴുവൻ ആക്ഷേപിച്ചു എന്നാണ്. BJPക്ക് അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മണിശങ്കർ അയ്യരുടെ കാര്യം. അദ്ദേഹത്തിൻ്റെ ഈ പ്രഡിക്ഷൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു കാര്യം നമ്മൾ നോക്കിയാൽ, പ്രധാനമന്ത്രി ആകില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി 3 തവണ പ്രധാനമന്ത്രിയായി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ ഒരു പ്രഡിക്ഷൻ പോലെയാണ് മണിശങ്കർ അയ്യരുടെ പ്രഡിക്ഷൻ. അദ്ദേഹം പറയുന്നതിനെയൊക്കെ അത്രയും കാര്യമായിട്ടാണ് കോൺഗ്രസ്സുകാർ എടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ കുറേ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ സാംസ്കാരിക നായകരാണെന്ന് കരുതപ്പെടുന്നവർ CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിനെ ആഘോഷിക്കുകയും, എന്നാൽ മണിശങ്കർ അയ്യർക്ക് CPMനെ പുകഴ്ത്തുമ്പോൾ അത് തള്ളിപ്പറയുകയും ചെയ്യുന്നത് സാധാരണ CPMന്റെ ഒരു ശൈലിയാണ്. അത് നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മണിശങ്കർ അയ്യർക്ക് എന്തുകൊണ്ടാണ്, മണിശങ്കർ അയ്യർ മാത്രമല്ല, അദ്ദേഹം ഒരു സിംറ്റമാണ്. അദ്ദേഹത്തെ പോലെ ഒത്തിരി നേതാക്കൾ ഇന്ത്യയിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ താരതമ്യേന കുറവായിരിക്കും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ 2021 ശേഷം 22 ആ ഒരു വർഷത്തെ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ പോലും CPM പാളയത്തിലേക്ക് പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ ദില്ലിയിൽ ഇതുപോലെയുള്ള കുറേ നേതാക്കളെ ആരും അവരുടെ പരിദേവനങ്ങൾ കേൾക്കാനില്ലേ? പണ്ട് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോഴാരുമില്ലേ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു. മണിശങ്കർ അയ്യർക്ക് അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞതിനെ കേരളത്തിലെ ജനങ്ങൾ, ശരിയാണ്, അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരായിരിക്കും. അദ്ദേഹം പറഞ്ഞതിനെ കാര്യമായിട്ട് എടുക്കാൻ കാര്യമുണ്ട്. അപ്പോഴും കോൺഗ്രസിന് അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹം ഒരു വലിയ നേതാവ് ആണല്ലോ, അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അത് ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു 2004 2009 വരെ. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് കോൺഗ്രസ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു കാര്യം അവർ ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അല്ല തിരുത്താലോ അല്ലെങ്കിൽ അങ്ങനെ സതുദ്ദേശത്തോടുള്ള വിമർശനങ്ങളോ എന്നുള്ളതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പാളിപ്പോയ പരാമർശങ്ങൾ ഏറെയാണ്. അതിന്റെ പേരിൽ കോൺഗ്രസിന് ഏറെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയുമായോ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള ഒരു സാധ്യതയും അവർ നിലവിൽ നൽകുന്നില്ല. ഏറെക്കുറെ പുറത്ത് എന്നൊരു നില തന്നെ നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ മണിശങ്കർ അയ്യർക്കുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹം ഓടി നടന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല അദ്ദേഹം വരുന്നതിനെതിരെ അതൃപ്തി അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് വകവെക്കപ്പെടുകയുണ്ടായില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു അപകട ഭീതി നേരത്തെ തോന്നിയിട്ടുണ്ടാകാം എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ശ്രീ എൻ ശ്രീകുമാർ, പക്ഷെ നോക്കൂ, ഇവിടെ ഈ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പം സുരേഷ്, അദ്ദേഹം ഇത്രയും കാലം തീരുമാനത്തിന് വേണ്ടി കാത്തിരുന്നു.
അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഏറെക്കുറെ ഒരു പകുതി മനസ്സ് എന്ന നിലയ്ക്ക് നമ്മളോട് തന്നെ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു നാളെ ഈ പുതിയുഗ യാത്രയുടെ ഭാഗമാകും എന്നുള്ളത്. ആ വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരുന്ന ആളുകൾ അവരാര് പോയാലും അങ്ങനെ പോകുന്നവരെയെല്ലാം പിടിച്ചു നിർത്താനുള്ള നിലപാടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത് പാർട്ടി സെക്രട്ടറി തന്നെയാണ്. ഇതൊന്നും വലിയ വിസ്മയമായി CPM കാണുന്നില്ല എന്ന് തന്നെയല്ലേ അത് അർത്ഥമാക്കുന്നത്? നോക്കൂ ശ്രീമതി മാധു, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടാകും. വിസ്മയം എന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഒരു ട്രെൻഡാണ്. അതായത് ഒരു പുതിയ യുഗം അല്ലെങ്കിൽ കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ഒരു പുതിയ യുഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ നടപ്പാക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ആളുകൾക്കൊരു താല്പര്യം വരും. ഇവിടെ യഥാർത്ഥ ഇടതുപക്ഷം ആരാണെന്നൊരു ചോദ്യം കുറേ കാലമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി വന്ന ശേഷം രാഹുൽ ഗാന്ധിയാണ് ദേശീയ തലത്തിൽ ഇടതുപക്ഷം എന്നൊരു ചിന്ത അത് വളരെയധികം വർദ്ധിച്ചിട്ടുമുണ്ട്. ഇപ്പം നിങ്ങൾ കേരളത്തിന് നോക്കൂ, LDFിലാണോ UDFിലാണോ കൂടുതൽ പുരോഗമന ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് കക്ഷികളും സോഷ്യലിസ്റ്റ് കക്ഷികളും ഉള്ളത്? ഇപ്പോൾ LDFിൽ CPM CPI ഒഴിച്ചു നിർത്തിയാൽ പിന്നെ കേരള കോൺഗ്രസും INLും അതുപോലെ ജനതാദളൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഒപ്പം ആരൊക്കെയാണ്? RMP ഉണ്ട്. കോൺഗ്രസിന് ഇടതുപക്ഷമാകാൻ ഘടകകക്ഷികൾ വേണം. പക്ഷേ CPM ഇടതു തന്നെയാണല്ലോ. അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടല്ലോ ഇടതാകാൻ. ഞാൻ പറയാം, CMP ഉണ്ട്, CPM അതുപോലെ തന്നെ നമ്മളുടെ RMP ഉണ്ട്. ഇപ്പോൾ സുരേഷിനെ പോലെയുള്ളവർ ഇങ്ങോട്ട് അടുക്കുകയാണെങ്കിൽ അത് VSന് എന്താണോ എന്ത് അവഗണനയാണോ CPMൽ ഉണ്ടായത് ആ VSൻ്റെ മനസ്സ് ഏതാണ്ട് പൂർണ്ണമായും സുരേഷിലൂടെ ഈ UDFിലേക്ക് വരുന്നു എന്ന ചിന്ത വരും. അപ്പോൾ അവിടെ മാധു ചോദിച്ച് അവിടെ CPM CPI ചോദിച്ചിട്ടുണ്ട്. CPIയെ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്താ CPM പറഞ്ഞത്? ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റാത്തൊരു കക്ഷി. അവരുടെ ചിന്താവാരിയിൽ അവരെന്താ CPMൻ്റെ നേതാവ് എന്താ എഴുതിയത്? 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേണ്ട, കേരളത്തിൽ വേണ്ട, കുടിമടക്കി അവർ തിരിച്ചു പോകണമെന്നല്ല പറഞ്ഞത്, പാർട്ടി പിരിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒരുപാട് ലെഫ്റ്റ് മുഖമുള്ള ഫോർവേഡ് ബ്ലോക്കും RSP ഒക്കെ എല്ലാ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം ഉള്ളതാണ്. ഇവിടെ എല്ലാം ജനാധിപത്യ മുന്നണിയോടെ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. ഇടതുപക്ഷത്തിനൊപ്പം ഉള്ളവരാണ് അവരിന്ന് കോൺഗ്രസിൻ്റെ ഒപ്പമാണ്. അതുപോലെ CPMനെ വിട്ടുവന്ന RMP അവർക്ക് കോൺഗ്രസിൽ വന്നു. RMP KK രമയെ CPM വിശ്വസിക്കാൻ പറ്റുമോ? വിസ്മയമായിക്കൊണ്ടല്ലേ അവർ MLA ആയത്. അതുപോലെ CPMനെ എതിർത്ത KR ഗൗരിയമ്മ അവർ JSS ആയിട്ട് അവർ മന്ത്രിയായില്ലേ? CPMനെ എതിർത്ത് വന്ന MV രാഘവൻ CMP ഉണ്ടാക്കി അദ്ദേഹം മന്ത്രിയായില്ലേ? അതേപോലെ കോൺഗ്രസിൽ വരുന്ന ആ വിസ്മയമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രകടമാകും. അങ്ങനെ വരുമ്പോൾ നേരത്തെ ശ്രീ പ്രേംകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വ്യക്തിപരമായ ചില വിഷമങ്ങളുള്ളവരും കൂടി വരും. അത് ഇതിൻ്റെ ഭാഗമാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് സുരേഷ് എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം സുരേഷ് എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദൻ CPMൽ VS അച്യുതാനന്ദനെ ഉണ്ടായിരുന്ന അവഗണനയുണ്ട്. ആ അവഗണന വീണ്ടും ചർച്ചയാവുകയാണ്. മലമ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നു വെക്കുക, അവിടെ VSനോടൊപ്പം സുരേഷ് കുമാറിൻ്റെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ VSൻ്റെ സന്തത സഹചാരി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ഒരു സന്തത സഹചാരിയായിരുന്നു. മാധുവിനൊക്കെ ഓർമ്മയുണ്ടാവും, തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അവസാനത്തെ ഒരു ചോദ്യം ഉണ്ടാവും പത്രലേഖകരുടെ പിണറായി വിജയനെ കുറിച്ച്. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള കുടിക്കൊള്ളുന്ന മറുപടി, ആ മറുപടിക്കൊപ്പം നിന്ന് VSനെ ഒപ്പം നിന്ന് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് ഈ സുരേഷ്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് എന്ന് പറഞ്ഞാൽ അത് VSൻ്റെ മനസ്സാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, VSന് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? കുടുംബം തീരുമാനിക്കട്ടെ. കോൺഗ്രസിനൊപ്പം നിൽക്കില്ല. VSന്റെ ഒരു മനസ്സും കോൺഗ്രസിനൊപ്പം നിൽക്കില്ല. VS അച്യുതാനന്ദൻ ഓർമ്മയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്തുകൊണ്ട് പറയാൻ കഴിയില്ല. സുരേഷിന് കോൺഗ്രസിനൊപ്പമോ UDFനൊപ്പമോ UDFന്റെ പിന്തുണയോ സ്വീകരിക്കാം. VS അച്യുതാനന്ദൻ ഇനി ഒരു 100 വർഷം ജീവിച്ചിരുന്നാലും അദ്ദേഹം പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും UDFന്റെ സഹായം തേടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യില്ല എന്ന് മനസ്സിലാക്കാത്തവർ ഇടത് മനസ്സുള്ളവരായി മലമ്പുഴയിൽ അവശേഷിക്കുന്നുണ്ടാകുമോ? ഇത് രാഷ്ട്രീയ തമാശയല്ലേ? നോക്കൂ, ഞാൻ പറഞ്ഞത് എന്താണ്? VS അച്യുതാനന്ദൻ ആ പാർട്ടിയിൽ നേരിട്ട അവഗണന. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം KK രമയെ പോയി കണ്ടത് മാധു മറന്നോ? VS ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് KK രമയെ തെരഞ്ഞെടുപ്പ് ദിവസം പോയി കണ്ടത്? നെയ്യാറ്റിൻകരയിൽ തോൽക്കാനല്ലേ, പാർട്ടി തോൽക്കാൻ വേണ്ടിയല്ലേ? ആ VSൻ്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് VS കോൺഗ്രസിനോട് ചേരുന്ന ഞാൻ പറഞ്ഞോ? ആ ഒരു VSൻ്റെ മനസ്സുണ്ട്. സീതാറാം യെച്ചൂരി ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്തിയ സീതാറാം യെച്ചൂരിയുടെ മനസ്സിനൊപ്പം നിന്നൊരു VS അച്യുതാനന്ദനുണ്ട്. ആ VS അച്യുതാനന്ദനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള VS അച്യുതാനന്ദൻ്റെ ഒപ്പം നടന്ന ഒരാളെ, പാർട്ടിയിൽ നിന്ന് 13 വർഷമായി പുറത്തു നിൽക്കുന്ന ആളെ എന്നെ എന്താണ് തിരിച്ചെടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്നില്ല. എന്താ ഉത്തരം നൽകാത്തത്? നിങ്ങൾ VSൻ്റെ ഒപ്പമായിരുന്നു മിസ്റ്റർ സുരേഷ്, അതാണ് ഉത്തരം. നിങ്ങൾ VSൻ്റെ ഒപ്പമായിരുന്നു, ഇനി VS ഇല്ല.
ഞാൻ പറഞ്ഞത് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ പത്മവിഭൂഷൺ വന്നപ്പോൾ എന്താ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? അത് കുടുംബം തീരുമാനിക്കണം. അങ്ങനെയാണോ പറയുക? കുടുംബത്തിൻ്റെ തലയിലിടുകയാണ് ചെയ്യുക. ശ്രീ VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ ഈ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? രാജ്യം നൽകിയ അംഗീകാരം എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവസാനം അവർക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുടുംബത്തെ പ്രതിരോധത്തിലാക്കി. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ കിട്ടാൻ പാടില്ലെന്ന് പാർട്ടിയുടെ ദുരാഗ്രഹം, പാർട്ടിയുടെ സ്വാർത്ഥ ചിന്ത, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ VSന്റെ ഒപ്പം നിന്ന മനസ്സുള്ളവർ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. ആ മനസ്സ് അവരെന്തുകൊണ്ടാണ് ഇന്ന് UDFലെ ഇടതുപക്ഷത്തിന്റെ മുഖമായി കാണുന്നത്? VD സതീശൻ പറഞ്ഞല്ലേ യഥാർത്ഥ ഇടതുപക്ഷം നമ്മളാണെന്ന് പറഞ്ഞതിന് ഞാൻ ഉദാഹരണങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം KK രമയെ പോയി ഞാൻ ഉദാഹരണങ്ങൾ കൊണ്ട് സമർത്ഥിച്ചെന്താ വെച്ചാൽ VSനെതിരെ ചിന്തിക്കുന്നവർ VSനെതിരെ ആയുധമാക്കിയ ഒരു രാഷ്ട്രീയ ആയുധമാണ്. അതാണങ്ങ് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം പത്മ പുരസ്കാരങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട്. VS ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങാൻ VSന് കിട്ടരുത് എന്ന ദുർബുദ്ധി കൊണ്ടാണ് അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടായത് എന്ന് പറയുന്നത് കുറച്ച് കടന്ന പ്രയോഗമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ മാധു, അല്ലല്ല മാധു, മാധു വേറെ രീതിയിലേക്ക് കൊണ്ടുപോകണ്ട. ഞാൻ പറയുന്നത് VS ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള രാഷ്ട്രീയമാണ്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS എന്തിന് KK രമയുടെ വീട്ടിൽ പോയി? TP ചന്ദ്രശേഖരൻ കുലംകുത്തിയാണെന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അത് വിജയൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ ആളാണ് VS. മറക്കരുത്, അതൊന്നും നമ്മൾ കേരളം മറന്നിട്ടില്ല. ശ്രീ സുരേഷ് എന്തുകൊണ്ടാണ് UDFനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? VSന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള കേരളത്തിലെ ഏക വ്യക്തി എനിക്ക് തോന്നുന്നത് സുരേഷ് ആയിരിക്കും. VSന്റെ മനസ്സ് വായിച്ച ഏകയാള്. ഒരു കത്ത് കൊണ്ട് സീതാറാം യെച്ചൂരിയുടെ പോക്കറ്റിൽ VSനെ ഓർമ്മയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തന്നെയാണ് സുരേഷിനോട് UDFലേക്ക് കൈപിടിച്ച് കഴിയും എന്ന് UDF വിചാരിക്കുകയും ചെയ്യുന്നത്. ഞാൻ വരാം എല്ലാവരിലേക്ക്. ഡോക്ടർ പ്രേംകുമാർ, അതായത് ഇപ്പോൾ K സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തുടർ ഭരണം എന്നുണ്ടാകുന്നത്. മുൻപും അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. തുടർ ഭരണം ഇടത് ആശയങ്ങളെ തുലയ്ക്കും എന്ന വികാരം പങ്കുവെക്കുന്ന പലതരത്തിൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേ കാര്യത്തിലാണ് സുരേഷ് പറഞ്ഞത്, ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളത്. നോക്കൂ, അങ്ങനെ ഇടതുപക്ഷത്ത് നിന്ന് പുറത്തുപോയവരെ, അവർ ഒന്നോ രണ്ടോ വ്യക്തി അഭിപ്രായങ്ങളുടെ പേരിൽ പുറത്തുപോയവരാണ് എങ്കിൽ പോലും അവരെ പിടിച്ചു കൂട്ടത്തിലേക്ക് നിർത്തുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് ഇടത് ആശയങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ ഇടതു മനസ്സുള്ള ഒരു സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള ശ്രമമാണ് സ്വാഭാവികമായും അവിടെ ഉണ്ടാവുക. അതിൽ വിജയിക്കുമോ UDF? അതിൽ 3 കാര്യങ്ങളുണ്ട്, അത് പറയാൻ എന്നെ അനുവദിക്കണം. K സച്ചിദാനന്ദൻ പറഞ്ഞത് ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ശരിയായതും കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു കാരണവശാലും ശരിയല്ലാത്തൊരു ഒബ്സർവേഷനാണ്. സമഗ്രാധിപത്യം എന്നുള്ളത് ജനാധിപത്യത്തെ വീക്കൻ ചെയ്യുമെന്നുള്ളത് മാർക്സിസ്റ്റ് തത്വചിന്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റിൽ ഒരു കോയാലിഷൻ LDF എന്നുള്ള പോലെ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ അത് സമഗ്രാധിപത്യമാണ് എന്ന് വായിക്കുന്നത് അദ്ദേഹം വായിച്ച മാർക്സിയൻ തിയറീസിന്റെ ഏറ്റവും മോശമായ മിസ്യൂസ് ആണ്, മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാലേ, VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ സാംസ്കാരിക പരിസ്ഥിതി നിലപാടുകളെ കേരളം ഇന്നും ആവേശത്തോടെ തന്നെ കാണുന്നു. ജീവിത അവസാനം വരെ പാർട്ടിയോട് കലഹം ചെയ്യുകയും എല്ലാ വ്യവസ്ഥയോടും സമരം ചെയ്യുകയും ചെയ്തിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ ഗ്ലോറി മുഴുവൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ KM ഷാജഹാനും CR നീലകണ്ഠനും ജോസഫ് C മാത്യുവിനും ഒക്കെ അത് കിട്ടണമായിരുന്നു. അവർക്കിപ്പോ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ മണ്ഡലത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമുക്കറിയാലോ. അവരെ പറ്റി ഒരു ശരാശരി മലയാളിയുടെ അവരുടെ കമ്മ്യൂണിസ്റ്റിനെ പറ്റിയുള്ള ബോധം എന്താണെന്ന് അറിയാമല്ലോ. സുരേഷ് എന്ന് പറഞ്ഞ VSന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആള് 13 വർഷക്കാലം പാർട്ടി തന്നെ പാർട്ടിയുടെ പ്രതികരണത്തിന് വേണ്ടി അപ്പീലുകളൊക്കെ കൊടുത്തുകൊണ്ട് കാത്തു നിന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ഇലക്ഷൻ സമയമായപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന പോലെ പൊതുരാഷ്ട്രീയത്തെ റദ്ദു ചെയ്യുന്ന പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അധിക്ഷേപപരമാണ്. ആ നിലയ്ക്ക് അങ്ങ് സംസാരിക്കരുത്. ഇപ്പോൾ ഈ അങ്ങ് എണ്ണമിട്ട് പറഞ്ഞ ആളുകൾക്ക് ശരി KM ഷാജഹാനെതിരെ ചില കേസുകൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ കേരള സമൂഹത്തിൽ അത്ര മോശക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഞാൻ അവരോട് മറുപടി പറയേണ്ടി വരും. കേസ് കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ മനസ്സാ ഉദ്ദേശിച്ചിട്ടില്ല, മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിലെ ഇടത് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത്
പണ്ട് VS-ന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് CR നീലകണ്ഠനും ജോസഫ് C മാത്യുവിനും KM ഷാജഹാനും ഇന്നുള്ള പൊസിഷൻ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ, നോക്കിക്കാണാവുന്നേ ഉള്ളൂ. അത് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് അവരോട് സമാധാനം പറയുന്നത്? അത് എന്റെ രാഷ്ട്രീയ വിമർശനമല്ലേ, എന്റെ ഒബ്സർവേഷൻ അല്ലേ? VS-ന്റെ ഒരു ഹാലോയും ഗ്ലോറിയും VS-ന്റെ സന്തത സഹചാരികളായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല. ചോദിക്കേണ്ടതുണ്ട്, എന്റെ ഉത്തരവാദിത്തമാണത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങേക്ക് തുടരാം. മാധു, ഇതിലൊരു പ്രശ്നമുണ്ടെന്നേ. ചർച്ചയിൽ ഇല്ലാത്ത ആളുകളെ പറ്റി നമ്മൾ പലരെ പറ്റിയും പറയുന്നുണ്ടല്ലോ. പിണറായി വിജയനെ പറ്റി പറയണ്ടേ, ഗോവിന്ദ മാഷെ പറ്റി പറയണ്ടേ, MA ബേബിയെ പറ്റി പറയണ്ടേ, KK രമയെ പറ്റി പറയണ്ടേ, അവരൊന്നും ചർച്ചയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ചർച്ചയിൽ ഇല്ലാത്ത ആളെ പറ്റി വിമർശനം പറയാൻ പാടില്ല. ശരിയാവാ. ഈ ആളുകൾ അതിന് പുറത്തു നിൽക്കുന്നവരാണ്. അവരെയൊക്കെ പ്രതിരോധിക്കാൻ, അവർക്ക് വേണ്ടി പോരാടാനൊക്കെ പാനലിൽ ആളുകളുണ്ടാവും. ഈ ആളുകൾ അവരുടെ പുറത്തു നിൽക്കുന്നവരാണ്. അവർക്ക് വേണ്ടി ആരും സംസാരിക്കില്ല. അങ്ങ് തുടരൂ. VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ തീരുമാനത്തെ പറ്റി ശ്രീകുമാർ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് ഈ ഒരു അവസരത്തിൽ പോയാൽ പാർട്ടിക്കാർ മുഴുവൻ പോവുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. അതിന് ഒരു അടിസ്ഥാനമില്ല. നമുക്ക് മനസ്സിലായത് 2 ടേം നിലമ്പൂരിൽ MLA ആയിരുന്ന PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയപ്പോഴായിരുന്നു. സകല ചാനലുകളും അവിടെ വന്നിരുന്ന മുഴുവൻ ആളുകളോടും ചോദിച്ചിട്ടും ഒരൊറ്റ CPM-കാരനെ പോലും നിങ്ങൾക്ക് അൻവറിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം കുറെ കാലം രമേശ് ചെന്നിത്തലയെ ചീത്ത വിളിച്ചു, സതീശനെ ചീത്ത വിളിച്ചു, VD സതീശനാണ് ഏറ്റവും വലിയ പിണറായിസ്റ്റ് എന്ന് പറഞ്ഞു. അവസാനം ഇപ്പൊ അദ്ദേഹം UDF തന്നെ ചേർന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, എന്താണെന്ന് അറിയില്ല. അത് മുതൽ ഇങ്ങോട്ട് കുറെ ആളുകളുണ്ട്. ഐഷ പറ്റി പറയുന്നത് എന്താണ്, ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു, കുറച്ചു കാലം CPM-ന് കൂടെ നിന്നു, ഇപ്പൊ കാറൊന്നും ഇല്ലാതെ എനിക്ക് പോകാനൊന്നും പറ്റില്ല. അവർ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ നിരാശ ബാധിച്ചിട്ടുള്ള ആളുകൾ ഏത് സമയത്തായിരുന്നാലും ഇലക്ഷന്റെ തലേന്ന് കൂടുമാറുന്നതിനെ ഒരു രാഷ്ട്രീയ സമൂഹവും ബഹുമാനത്തോടെ ആദരവോടെ കാണില്ല. പിന്നെ ശ്രീകുമാർ പറയുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ് കൂടുതൽ ഇടത് സ്വഭാവമുള്ളത്, കാരണം RMB-യും CMB-യും സുരേഷും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതിനോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. VS അച്യുതാനന്ദനോ VS അച്യുതാനന്ദന്റെ കൂടെയുള്ള വലിയ ഫാക്ഷനെയോ അന്നുണ്ടായിരുന്ന ഒരു ഫാക്ഷനെയോ വലിയൊരു ജനസഞ്ചയത്തെയോ കൂടെ കിട്ടിയാൽ ശരി. മറ്റത് ഇന്ദുലേഖയിൽ സൂര്യ നമ്പൂതിരിപ്പാട് പറയുന്ന പോലുള്ള ഒരു സാധനമല്ലേ. പത്രസമ്മേളനം നടത്തുമ്പോൾ അപ്പുറത്ത് നിന്നും സുരേഷ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് VS-ന്റെ ആശയും ആവേശവും മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ് എന്ന് വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത് വളരെ ദയനീയമാണ്. ഇനി മണിശങ്കർ അയ്യരുടെ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ വിഭാഗീയത ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടായതായി ഇടതുപക്ഷം എന്തായാലും പറഞ്ഞിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് വളരെ വ്യക്തമായിരുന്നുവെങ്കിലും VS-നെ വളരെ ആവേശത്തോടെ കൂടെ കൂട്ടിയിരുന്ന, ചേർത്ത് പിടിച്ചിരുന്ന വലിയൊരു ജനസഞ്ചയം, ഭയങ്കര ആവേശമുള്ള ആളുകളുണ്ടായിരുന്നു. കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ വന്ന ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഫ്രാക്ഷൻ എന്നുള്ള വാക്ക് വിട്ടു, ജനസഞ്ചയം. എനിക്ക് ഈ പാർട്ടി, മാധു ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഞാൻ ഈ പാർട്ടി ക്ലാസ്സിൽ പോകാത്തതിന്റെ പ്രശ്നമാണ്, എനിക്ക് ടേം അറിയാത്തതുകൊണ്ടാണ്. അതിനെ ഓള് തൂങ്ങല്ല, ദേവീര് തൂങ്ങല്ല. ഇനി മണിശങ്കർ അയ്യരുടെ കാര്യം പറയട്ടെ. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിലല്ല പറഞ്ഞത്. വിഷൻ 2031 എന്നുള്ള കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റൽ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ, സെമിനാറിൽ, സിമ്പോസിയത്തിലാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഗാന്ധിജിയുടെയും രാജീവ് ഗാന്ധിയുടെയും സ്വപ്നങ്ങൾ, ഗ്രാമസ്വരാജ് അടക്കമുള്ള സ്ത്രീകളുടെ മുന്നേറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത് കേരളമാണെന്നാ. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാ മറുപടി പറയേണ്ടത്? ഇതല്ല രാജീവ് ഗാന്ധിയുടെ സ്വപ്നം, ഇതായിരുന്നു കേരളത്തിൽ നടപ്പിലാക്കിയത്, ഇതല്ല. അതാണ് മാന്യമായ മറുപടി, അതാണ് പൊളിറ്റിക്കലായ മറുപടി, അതാണ് അക്കാഡമിക്കലായ മറുപടി. പക്ഷെ അദ്ദേഹത്തിനോട് ജിൻഡോ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് അലവലാതി എന്നുള്ള വാക്ക് വെച്ചാണ് തുടങ്ങുന്നത്. പാവപ്പെട്ടവൻ നല്ല ജിൻഡോ എഴുതിയത് അലവലാതി എന്നാണ്. തിരിച്ച് അദ്ദേഹം പറയുന്നത് KC വേണുഗോപാൽ റൌഡ് എന്നാണ് പറയുന്നത്. ഇത് അവരുടെ കാര്യമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മണിശങ്കർ അയ്യർ പറഞ്ഞ ഫാക്ട് അവിടെ ഫാക്റ്റായി നിൽക്കുന്നുണ്ട്. ഈ മൊത്തം ക്യാമ്പയിനിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷം ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് വസ്തുതകൾ പറഞ്ഞുകൊണ്ടും UDF-ഉം കോൺഗ്രസും പോകുന്നത് ഈ മാതിരി കുറെ ബഹളങ്ങളും കുറെ ഗോസിപ്പുകളും കൊണ്ടാണ്. ഇത് രണ്ടും തമ്മിലാണ് മത്സരം. ഈ ചർച്ചയിൽ പോലും നിങ്ങൾക്കത് കാണാം. ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഞാൻ ഇടതു നിരീക്ഷകനാണ്. ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് മൊത്തം കാര്യങ്ങളെ. നിങ്ങൾക്ക് പോലും അറിയാതെ അങ്ങനെ തന്നെ എഴുതി പോകും അത് എന്നുള്ളതാണ് സത്യം. ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന്റെ കൂടെ, വീക്ഷണത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീകുമാർ. പ്രവർത്തകനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത്. അങ്ങ് ഇടത് സഹയാത്രികൻ അല്ല, രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ചർച്ച മുതൽ അങ്ങനെ അല്ലെന്നേ, ഞാൻ ഇടത് സഹയാത്രികനാണ്, ശ്രീകുമാർ നോക്കൂ രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിന്റെ മാധ്യമരംഗത്തെ ഒരു പക്ഷപാതിത്വമാണ്. അതാ ഞാൻ പറഞ്ഞത്. എനിക്കതിന് പരാതിയൊന്നുമില്ല.
ശരി, അല്ല ഞാൻ ഈ ചർച്ചയിൽ അത് അങ്ങ് വഴിക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഈ ചർച്ചയിൽ ഞാൻ വിചാരിച്ചിരുന്നത് രണ്ട് പക്ഷത്തു നിന്നും സഹയാത്രികരുണ്ടാകണമെന്നാണ്. രണ്ട് പക്ഷത്തു നിന്നും സഹയാത്രികരുണ്ടായിരുന്നു. പക്ഷേ CPM ഈ ചർച്ച വരുന്നില്ല എന്ന് പറഞ്ഞങ്ങ് ബഹിഷ്കരിച്ചു. വിസ്മയങ്ങളെക്കുറിച്ച് അവർക്ക് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യമില്ല, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ചർച്ച ബഹിഷ്കരിച്ചതിന്റെ പേരിലാണ് അങ്ങേക്ക് പരാതിയുള്ള ഈ ഒരു അങ്ങ് ഒറ്റപ്പെട്ടു പോയോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നത്. ഈ ചർച്ച CPM ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ല. അയ്യോ, നിങ്ങൾ അപ്പുറത്ത് 10 പേരെ ഇരുത്തിയാലും ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകും. അത് ഒരാളാണ് ഞാൻ കൂടുതൽ പറയില്ല. എനിക്കതിൽ പരാതിയില്ല. ഞാൻ പറഞ്ഞ എഴുതി വെക്കുന്നതിന്റെ പൊളിറ്റിക്സാ പറഞ്ഞു. ശരി. അല്ല, അത് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ടും അങ്ങനെയാണ് ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത് എന്നതുകൊണ്ടും എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പക്ഷം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ തുറന്നു പറയാറുണ്ട്. അദ്ദേഹത്തിന് ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ എന്നുള്ളതാണ്. പിന്നെ VSന്റെ ഫ്രാക്ഷൻ എന്ന കാര്യത്തിലെ തെറ്റുകയുള്ളൂ കേട്ടോ. പിണറായി വിജയന്റെ ഫ്രാക്ഷൻ സ്വാഭാവികമായും അപ്പുറത്തുണ്ടാകണമല്ലോ. അതിനെക്കുറിച്ച് അങ്ങേക്ക് ഒരു പാർട്ടി ക്ലാസ്സിൽ പോയില്ലെങ്കിലും യാതൊരു തെറ്റും ഒരിക്കലും വരില്ല എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. ശ്രീ പ്രേംകുമാർ, ഞാനെങ്കിലും വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, നോക്കൂ, ഈ ആൾക്കൂട്ടം, ബഹളം, അതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിക്കണമല്ലോ. വിസ്മയം ഉണ്ടാകണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ അഭിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ ഈ പുതുയുഗയാത്ര നടക്കുന്നതിനിടയിൽ തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? വേദിയിൽ അടിപിടി, വേദിയിൽ കയ്യാങ്കളി, വേദിയിൽ ശകാരം. ഈ നിലയ്ക്കാണ് സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അല്ല മാധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാ കാലത്തും കേരളത്തിലെ നല്ല ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല, കോൺഗ്രസിന് കേഡർ സിസ്റ്റം ഇല്ല, കോൺഗ്രസിൽ ആരാണ് നേതാക്കന്മാർ, ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ബൈ ഇലക്ഷൻ ഒക്കെ എണ്ണി പറഞ്ഞത് അതുകൊണ്ടാണ് പാർലമെന്റ് ഇലക്ഷൻ പറഞ്ഞത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഈ കൊടിയൊന്ന് ഉയർത്തി കെട്ടുമ്പോൾ ചാടി ഇറങ്ങി വരുന്ന കുറേ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ നേതാവ് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വരിയായി നിൽക്കാൻ പറഞ്ഞു വരിയായി നിൽക്കുകയും എന്നെ മാത്രം മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുമ്പോൾ അതിന് മാത്രം തയ്യാറാകുന്ന ആളുകളൊന്നും അല്ലെന്നേ. അത് CPM-ൽ ഇപ്പോൾ പ്രേംകുമാർ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ബക്കറ്റിലെ വെള്ളത്തിൻ്റെ തിരയെക്കുറിച്ച് പറഞ്ഞത് പിണറായി വിജയന VS അച്യുതാനന്ദന് കയ്യടി കൂടിയതിനെ കുറിച്ചിട്ട് കൊതിക്കറിവ് കൊണ്ട് പറഞ്ഞത്. അപ്പോൾ വേദിയിൽ ഇത്തരം സംസാരങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇപ്പോഴും CPM-ന്റെ സംസ്ഥാന നേതൃത്വ നിരയിലുണ്ട്. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകൾ. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ? VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസിൽ ചേരില്ല എന്നുള്ള താങ്കളുടെ നിരീക്ഷണത്തെ ഞാൻ ശരിവെക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് ചേരില്ല. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും പോരാളിയുമായിരുന്നു. രാഷ്ട്രീയമായിട്ട് പല കാര്യത്തിലും അദ്ദേഹത്തോട് വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഒരു ചതിയനായ കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു വഞ്ചകനോ അമ്പലക്കൊള്ളക്കാരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അങ്ങനെയുള്ളൊരു നേരുന്നേറുകളുള്ളൊരു VS അച്യുതാനന്ദൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള VS അച്യുതാനന്ദനെ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും ഗംഭീരമായി ഏറ്റവും ക്രൂരമായി ദ്രോഹിച്ച ആള് ആരൊക്കെയാ? ഈ പിണറായിസ്റ്റുകളല്ലേ? പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലേ? ആ VS അച്യുതാനന്ദൻ നേരത്തെ ശ്രീകുമാർ സാർ ഓർമ്മിപ്പിച്ചതുപോലെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ അന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ കണ്ട് പൊട്ടിക്കരഞ്ഞ VS അച്യുതാനന്ദനുണ്ട്. ആ മനുഷ്യനായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ KK രമയെ കെട്ടിപ്പിടിക്കുമ്പോൾ VS അച്യുതാനന്ദൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ മനസാക്ഷി അത് KK രമയോടൊപ്പമായിരുന്നു അല്ലേ? മനസാക്ഷി ഈ പാർട്ടിയുടെ മറ്റേ എല്ലാ എതിർപ്പും ലംഘിച്ചുകൊണ്ടല്ലേ വടകരയ്ക്കന്ന് പോയത്, മുഞ്ചിയത്തിനന്ന് പോയത്. ആ VS അച്യുതാനന്ദന്റെ മനസാക്ഷി KK രമ ഇന്ന് കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പമുണ്ട്. VS അച്യുതാനന്ദൻ ഈ പോരാട്ടമൊക്കെ നയിക്കുന്ന കാലത്ത് 10-15 കൊല്ലക്കാലം നിഴൽ പോലെ നിന്ന VS അച്യുതാനന്ദന്റെ ആത്മാവിന്റെ ഓരം പറ്റി നിന്ന മനുഷ്യനാണ് സുരേഷ്. ആ സുരേഷ് കോൺഗ്രസിനോടൊപ്പം UDF-ലേക്ക് വരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ ചേരുമെന്നല്ല പറഞ്ഞത്. അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ചും അവരുടെ ലെഗസിയെക്കുറിച്ചും പറയാനുള്ളൂ. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്? പുതുയുഗ യാത്ര നടക്കുന്നതിനിടയിൽ സ്റ്റേജിൽ വെച്ച് കയ്യാങ്കളി നടത്തുന്ന, ബലപ്രയോഗം നടത്തുന്ന നേതാക്കളെ കണ്ടിട്ട് വേണോ അങ്ങ് പറഞ്ഞതുപോലെ കൊടി ഉയർത്തി നിൽക്കുമ്പോൾ അണികൾ അവിടെ വന്ന് നിറയാൻ? നിങ്ങൾക്ക് VD സതീശൻ എന്ന നിങ്ങളുടെ നേതാവിനോട് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ വെച്ച് മസിൽ പവർ കാണിക്കാൻ നിൽക്കുമോ? പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്, പിണറായി വിജയന് ഇരട്ടച്ചങ്കാണ്, പിണറായി വിജയൻ നിൽക്കുന്നയിടത്ത് ജനാധിപത്യമില്ല, പലതരം വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. പിണറായി വിജയൻ നിൽക്കുന്ന വേദിയിൽ ഏറ്റവും കുറവ് കയ്യാങ്കളിക്ക് ഇടതുപക്ഷക്കാർ മുതിരില്ല എന്നവർക്ക് ഉറപ്പ് പറയാൻ കഴിയും. VD സതീശന് എത്ര ചെറുതാകേണ്ടി വന്നു ആ വേദിയിൽ? അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് പോയിട്ട് ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള വിലയെങ്കിലും കൊടുക്കാൻ നിങ്ങളുടെ നേതാക്കൾ തയ്യാറായോ ആ വേദിയിൽ? ഞാനതിന് മറുപടി പറയാം. എൻ്റെ ഉത്തരത്തെക്കാൾ വലിയ ചോദ്യം മാധു ചോദിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്.
അത് മാത്രമല്ല, എനിക്ക് മാധു പറഞ്ഞതിനോട് മാത്രമല്ല മറുപടി പറയേണ്ടത്, പ്രേംകുമാർ പറഞ്ഞതിനോട് കൂടി മറുപടി പറയാനുള്ളത് കൊണ്ട് മാധുവിന്റെ ചോദ്യത്തിന് ഞാൻ അവസാനം വരാം. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യം പറയണമല്ലോ. ഇപ്പോൾ വി ഡി സതീശന് നേരിട്ട ആ സങ്കടത്തെക്കുറിച്ചാണ് പറയുന്നത്. വി ഡി സതീശന് അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ, കോൺഗ്രസിൽ അങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ. ആ യോഗത്തിൽ അവിടെ നടന്ന കാര്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് അത് വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട് വാർത്തയാക്കപ്പെട്ടതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സങ്കടവും ഖേദവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്ത് കോൺഗ്രസ്, ഇതൊക്കെയാണ് കോൺഗ്രസ് എന്നുള്ളതാണുള്ള പ്രശ്നം. ഈ കോൺഗ്രസ് ആര് വോട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ജനങ്ങൾ വോട്ട് ചെയ്തോളും, ജനങ്ങൾ തീരുമാനിച്ചോളും. നമ്മൾ 4-5 പേര് കൂടി വോട്ട് ചെയ്യേണ്ടത് അവിടെ വന്ന് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങയുടെ വാക്കുകൾ കടമെടുത്താണ് ഞാൻ ചോദിച്ചത്. ആണ് മാധു വി ഡി സതീശനെയും ഷാഫി പറമ്പലിനെയും കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലേനെയും ഇതുപോലുള്ള എല്ലാ നേതാക്കന്മാരെ കണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ വരുന്നത്. അല്ലാതെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടല്ലോ ഞങ്ങളുടെ പ്രവർത്തകർ വന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നില്ല. ഞാൻ പറയട്ടെ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. മാധു, ഞാൻ പറയട്ടെ. താങ്കൾ ഇങ്ങനെ എപ്പോഴും ഇടപെട്ട എനിക്ക് പറയാൻ സമയം കിട്ടണ്ടേ? അല്ലെങ്കിൽ താങ്കൾ എനിക്ക് സമയം അനുവദിക്കണം, എല്ലാവർക്കും കൊടുത്ത പോലെയുള്ള സമയം അനുവദിക്കണം. ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന ആക്ഷേപിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ വി ഡി സതീശന്റെ പുതുയുഗ യാത്ര വരുമ്പോൾ അവിടെ ഇരിക്കാൻ കസേര പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ജനസഞ്ചയം എന്നുകൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാകും. അപ്പുറത്ത് പുറകിലെ കസേരയിൽ നിന്ന് മുമ്പിലേക്ക് കയറിയിരുന്ന് ഫില്ല് ചെയ്യണമെന്ന് നേതാക്കന്മാർക്ക്, മന്ത്രിക്കടക്കം പറയേണ്ടി വരുന്നത് എന്താ? എം പി ഗോവിന്ദനും മറ്റും നടക്കുന്ന ജാഥയിൽ, LDF-ന്റെ മേഖലാ ജാഥകളിൽ ആളില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്ര വലിയ പ്രവർത്തനവും 10 വർഷത്തെ വിസ്മയ പ്രവർത്തനമാണ് കേരളത്തിലെ സർക്കാർ നടത്തിയതെങ്കിൽ സ്വന്തം സഖാക്കന്മാർക്ക് പോലും CPM-ന്റെ നേതാക്കന്മാരുടെ LDF-ന്റെ മുന്നണി ജാഥ വരുമ്പോൾ ആ കസേരയിൽ പോയിരിക്കാൻ പോലും ആളില്ലാത്ത എന്തുകൊണ്ടാണ്? ഇപ്പുറത്ത് നിങ്ങൾ ഈ ആക്ഷേപം മുഴുവൻ പറയുന്ന UDF-ന്റെ പുതുകിയ യാത്ര വരുമ്പോൾ, വി ഡി സതീശന്റെ യാത്ര വരുമ്പോൾ UDF-ന്റെ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ എങ്ങനെ ഒഴുകി വരുന്നത്? അതിനുള്ള ഉത്തരം കിട്ടണ്ടേ? അപ്പൊ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾ കേൾക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ, ഞങ്ങൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, VS അച്യുതാനന്ദനെ കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുക. കാരണം അത് കുറെ കാര്യം ഡിസ്കസ് ചെയ്യപ്പെട്ടല്ലോ. ജോസഫ് C. മാത്യുവിന് എന്ത് അംഗീകാരമുണ്ടെന്ന് ചോദിക്കുന്നു, CR നീലകണ്ഠന് എന്ത് അംഗീകാരമുണ്ടെന്ന് ചോദിക്കുന്നു. ഇവരൊക്കെ പല കാലത്തും ഇപ്പോഴും ഞങ്ങളെ വിമർശിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരൊക്കെ നല്ല ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും പുലർത്തുന്ന ആളുകളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അവരെ എതിർക്കുമ്പോൾ പോലും, അവർ ഞങ്ങളെ എതിർക്കുമ്പോൾ പോലും അവരുടെ സ്പേസിനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ പ്രേംകുമാർ പറയുന്നത് പോലെ പറയാത്തത്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ പിണറായി വിജയന്റെ അട്ടിപ്പേറാവകാശമാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് സമരം ചെയ്യുന്നവർ, സാധാരണക്കാരുടെ സങ്കടങ്ങളും വിലാപങ്ങളും മുന്നിൽ നിന്ന് നയിച്ച് സമരം നടത്തുന്ന ആളുകൾ, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ, അതാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് VS അച്യുതാനന്ദന്റെ മനസാക്ഷിയായിട്ടുള്ള സുരേഷിനും VS അച്യുതാനന്ദന്റെ അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ മാധു, താങ്കൾ അങ്ങ് ശരിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയണ്ടേ 2-3 കാര്യം കൂടി, ഇതൊക്കെ പറയണ്ടേ? ഇനിയിപ്പോ മണിശങ്കർ അയ്യർ പറഞ്ഞത് ഗാന്ധിജി കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച പിണറായി വിജയനെ കുറിച്ചിട്ടാ. ഗാന്ധിജി കണ്ട സ്വപ്നം അമ്പലക്കൊള്ളയാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടികളുടെ കൊള്ളയടിയാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം പെൻഷൻ കൊടുക്കാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണോ? ഗാന്ധിജി കണ്ട സ്വപ്നം സർവ്വ മേഖലയിലും സാധാരണക്കാരൻ മുതൽ ശബരിമല ശാസ്താവിന് വരെ കൊള്ളയടിക്കുന്ന കാര്യമാണോ? അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട്, മണിശങ്കർ അയ്യരെ പോലുള്ള ഒരാൾ വന്നിട്ട് അതിനെ പിന്തുണച്ച് ഗാന്ധിജി കണ്ട സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ കോൺഗ്രസ്സുകാരാണെന്നും പറഞ്ഞിട്ട് ഒരാൾ സ്വയം എല്ലാ തോന്നിവാസവും പറഞ്ഞിട്ട് അതിന് കോൺഗ്രസിന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ പറ്റുമോ? അയാളുടെ ട്രഡീഷൻ എന്തായിക്കോട്ടെ, അയാൾ പ്രസംഗം എഴുതി കൊടുത്തോട്ടെ, അയാൾ പരിഭാഷപ്പെടുത്തിക്കോട്ടെ, എന്തും ചെയ്തോട്ടെ. പക്ഷെ അയാൾ ഇന്ന് പറയുന്നത് ഏത് പക്ഷത്ത് നിന്നാണെന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ഏത് പക്ഷത്ത് നിന്നാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ സംസാരിക്കുന്നത്? അദ്ദേഹമായിട്ട് കോൺഗ്രസിൽ ഒരു പ്രശ്നമില്ല, പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ താല്പര്യമില്ല. ഇവിടെ ഒരു കുഴപ്പമുള്ളത്, ഇവിടെ പ്രേതവാദ എന്നാണ്, ഇപ്പൊ ഇല്ലാത്ത പ്രേതത്തെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പ്രേംകുമാർ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ എന്താണെന്ന് കേരളത്തിലെ സഖാക്കന്മാർക്ക് അറിയാം. അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സഖാക്കന്മാരടക്കം പറയുന്നുണ്ട് ഈ സർക്കാരിനോട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഞാൻ നേരത്തെ ശ്രീ A. സുരേഷിനോട് ചോദിച്ചു, അങ്ങനെ അസംതൃപ്തി ഉണ്ടെങ്കിൽ പോയി ചേരാൻ പറ്റുന്ന ഇടമാണോ കോൺഗ്രസ്? അവിടെ അസംതൃപ്തരില്ലാത്തതാണോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ് എന്ന തിരിച്ചറിവിലും പോകാൻ തിരഞ്ഞെടുക്കുന്നത് UDF-ലേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ സവിശേഷതകൾ. നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും കോൺഗ്രസ് സ്വീകരിക്കുമ്പോഴും കോൺഗ്രസിന്റെ ആശയങ്ങളിലേക്ക് ആളുകൾ ധാരാളമായി എത്തുന്നു, പുതുയുഗ യാത്രയ്ക്ക് വലിയ വരവേൽപ്പാട് കിട്ടുന്നത് എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അല്ല, ഞാൻ ശ്രീ സുരേഷോ അല്ലെങ്കിൽ പ്രേംകുമാറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജയൻ ചേർത്തലയോ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ കൂടുമാറുന്നതിനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ പക്ഷേ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ കാണുന്നു. 2008 മഹാശ്വേത ദേവി, മഹാകവിയായിട്ടുള്ള ബംഗാളിൻ്റെയും ഇന്ത്യയുടെയും
വലിയ കവയിത്രിയായിട്ടുള്ള മഹാശ്വേത ദേവി അവിടെ സിംഗൂരും നന്ദിഗ്രാമും ഒക്കെ നടന്ന ആക്രമണങ്ങൾക്ക് പശ്ചാത്തലത്തിൽ അന്ന് അവർ പറഞ്ഞു ഇവിടുത്തെ മാർക്സിസ്റ്റുകൾ മോൺസ്റ്റേഴ്സായി മാറിയെന്നാണ് അവർ പറഞ്ഞത്. മോൺസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ രാക്ഷസരെന്നല്ലേ. അതുപോലെ അവിടെ സ്ത്രീകളെ ബലാത്സംഗം വരെ ചെയ്ത കാര്യങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ഷിഫ്റ്റ്, ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ കാര്യം, അദ്ദേഹം ആദ്യം ഈ കാര്യം പറഞ്ഞത് ഇപ്പോഴല്ല, ഇതിനു മുൻപേ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പല രീതിയിൽ സ്വാധീനിച്ച് അദ്ദേഹത്തെ നിശബ്ദനാക്കി. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാക്ഷാൽ MA ബേബി തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തെ തടുത്തു. ഇതെല്ലാം നടന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇനി ഒരു തുടർഭരണം കൂടി ഉണ്ടായാൽ അത് ഈ പാർട്ടിക്ക് തന്നെ നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇപ്പോൾ ഈ സുരേഷ് ആണെങ്കിലും അതുപോലുള്ള മറ്റ് പലരും ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്തേക്ക് ചായുന്ന ആൾക്കാർ, ഇവരെല്ലാവരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവർക്ക് CPM-നോട് കാര്യമായിട്ട് എന്തെങ്കിലും എതിർപ്പുള്ള ആൾക്കാരോ അല്ല. പക്ഷേ ഇപ്പോഴത്തെ പാർട്ടിയുടെ പോക്കിൽ അവർക്ക് പ്രശ്നം കാണുന്നുണ്ട്. അവർ നാളെ ഇവിടെ BJP ഒരു കക്ഷിയായിട്ട് വരരുത് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സച്ചിദാനന്ദൻ മാഷ് പറയുകയും അതിനുശേഷം മറ്റ് പലരും അവരൊക്കെ ഇതിനു മുൻപും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അവർ പറയുന്നതിനെ ഒന്നും സാറ ടീച്ചറൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അവർ കാര്യമായിട്ട് ഇത്രയും വലിയ വിമർശനം ഉന്നയിക്കുന്നത്. അവരൊക്കെ പറയുന്നതിനെ നമ്മൾ വളരെ നിസ്സാരമായി കാണരുത്. ഇങ്ങനെയുള്ള കൂടുമാറ്റങ്ങൾ ഇലക്ഷന് മുൻപുണ്ടാകും. പക്ഷേ ഇവിടുത്തെ സാംസ്കാരിക നായകർ ഒന്നടങ്കം, അതിൽ ചെറിയൊരു വിഭാഗം പിണറായിസ്റ്റുകൾ എന്ന് കരുതാവുന്ന M. മുകുന്ദനെ പോലെ, NS മാധവനെ പോലെ, അശോക ചെരുവിലിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ പിണറായി പക്ഷത്ത് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇപ്പോൾ മൗനത്തിലാണ്. അല്ലെങ്കിൽ KR മീരയെ പോലെയൊക്കെ ചില ആൾക്കാരുണ്ടാകും, പിണറായി വിജയൻ ഇപ്പോഴും സ്തുതിക്കുന്ന ആൾക്കാർ. പക്ഷേ അല്ലാത്ത ആൾക്കാരെല്ലാം ഇവിടെ ഒരു തുടർഭരണം വേണ്ട എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു മികവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ബംഗാളിൽ മഹാശ്വേത ദേവി അന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സാംസ്കാരിക നായകർ രണ്ട് പക്ഷത്തായി. ആ ഒരു ഘട്ടത്തിലേക്കാണ് കേരളം എത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഡോക്ടർ പ്രേംകുമാർ, അങ്ങനെ പുതുയുഗയാത്ര പൂർത്തിയാകുന്ന സമയത്തേക്ക് മൂന്നാം ഊഴം വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സച്ചിദാനന്ദ മാഷ് പറഞ്ഞതിന് ആനന്ദ് കൊച്ചുകൂടിയിൽ എൻഡോസ് ചെയ്യുന്നതിന്റെ ഒരു അപകടം ഞാൻ അന്നത്തെ ചർച്ചയിലും പറഞ്ഞിരുന്നു. കർണാടകത്തിൽ ഇപ്പൊ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. അടുത്ത ഇലക്ഷൻ വരും, കോൺഗ്രസും BJP-യും തമ്മിലായിരിക്കും മത്സരം. അപ്പൊ സച്ചി മാഷയുടെ സ്റ്റേറ്റ്മെന്റ് അവിടെ വെച്ച എന്താണ്, അടുത്ത തവണ അവിടെ BJP-യാ വരേണ്ടത്, നിങ്ങൾ സമ്മതിക്കോ? എന്തുമാത്രം അബദ്ധമായ കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ ഒരു ഫെഡറൽ സംവിധാനത്തിലേക്ക് അത് കൊണ്ടുവരുന്നത് തീർത്തും തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണത്. മറിച്ച് LDF-ന്റെ ഭരണം ദുഷിച്ചതായിരുന്നുവെന്നും UDF നല്ലതായിരുന്നുവെന്നും അതുകൊണ്ട് UDF വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കും. ജിൻഡോ പറയുന്നത് നമ്മൾ അതിനോട് വിയോജിക്കുകയുള്ളൂ. അത് നോൺസെൻസ് ആണെന്ന് പറയില്ല. സച്ചിദാനന്ദ മാഷ് സകല ബുദ്ധിയോടെയും പറഞ്ഞത് നോൺസെൻസ് ആണെന്ന് പറയുന്നത് വയ്യ. പിന്നെ ജിൻഡോ കോൺഗ്രസിന്റെ ആള് പറയുന്നത് ശരിയാണ്. കേരളത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഇലക്ഷന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് CPM-നെ എൻഡോസ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ അവരെ തെറി വിളിക്കും. ഞാൻ മനസ്സിലായി, അലവിലാതിനെ വിളിക്കുന്നതിന്റെ ധാർമ്മിക സിൻസിയർ ആണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ BJP-യെയും മോദിയെയും അദ്വാനിയെയും സ്തുതിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലല്ലോ. അങ്ങനെയുള്ള ആളെ നിങ്ങളെ വൈസ് ചെയർപേഴ്സൺ ആക്കും പ്രചരണ കമ്മിറ്റിയുടെ. ഇവിടെയാണ് പ്രശ്നം. ഇനി VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ UDF-ന്റെ കൂടെ ചേർന്നാൽ VS-ന്റെ പൊളിറ്റിക്സ് മുഴുവൻ അങ്ങോട്ട് പോകുമെങ്കിൽ AK ആന്റണിയുടെ മകൻ BJP-യിൽ പോയാൽ, K കരുണാകരന്റെ മകൾ BJP-യിൽ പോയാൽ കോൺഗ്രസിന്റെ ട്രഡീഷൻ മുഴുവൻ BJP-യിൽ എത്തൂലേ? കോൺഗ്രസിന് ഇത്രയും ആളുകൾ അങ്ങോട്ട് പോയി കഴിയുകയും ചെയ്തില്ലേ? പറയുന്ന കാര്യങ്ങൾ എല്ലാ കോൺഗ്രസിലും അപ്ലൈ ചെയ്യാൻ പറ്റണം. അത്രയേ ഉള്ളൂ അതിന്റെ അകത്ത്. ഒറ്റ കാര്യം മാധു, ഞാൻ അലവലാതി എന്ന് വിളിച്ചത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിസാരക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഒരു അല്പനാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റൗഡി എന്ന് വിളിക്കുന്നവനെ പിന്നെ കോൺഗ്രസിൽ എന്താ പറയാ? ഇനി ഒരു കാര്യം കൂടി, ഇനി ഞാൻ അലവലാതി എന്ന് വിളിച്ചാലുള്ള പ്രേംകുമാറിന്റെ വിഷമം, എന്നാ പിണറായി വിജയൻ വിളിച്ചോലെ പരമനാറിയെന്നും ചെറ്റാന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ കുലംകുത്തി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ MM മണി പറഞ്ഞാലും മറ്റേ പണിയെ ചെയ്തെന്ന് പറയാം. ഏതാ പറയണ്ടേ? നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല അത്തരം വാക്ക് ഉപയോഗിക്കാൻ. ഞാൻ അത്രത്തോളം അങ്ങനെ ആയിട്ടില്ല, അത്രത്തോളം ആയിട്ടില്ല. അത്രത്തോളം ആവുമ്പോ പറയും
സുഹൃത്തെ എന്ന് വിളിച്ചാൽ വയലന്റ് ആവുന്ന ആളാണ് നിങ്ങൾ. നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ആ കാര്യത്തിൽ തർക്കിക്കാനില്ല. സുഹൃത്തെ എന്നൊരു സുഹൃത്തെ എന്ന് വിളിച്ചാൽ വയലന്റ് ആവുന്ന എപ്പോഴാ? ഈ നാട്ടിലെ സകല സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെ ന്യായീകരിക്കുന്ന ആള്, ആ ചർച്ചയിൽ എന്നെ പരമാവധി അലമ്പാക്കി വൃത്തികേടാക്കാൻ നോക്കുന്ന ആള് സുഹൃത്തെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് സുഹൃത്തായിട്ട് കാണാൻ പറ്റില്ല. ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പക്ഷേ അങ്ങനെയൊന്നില്ല, പോകുന്നവരൊക്കെ പോകട്ടെ എന്നുള്ളതാണ് LDF നിലപാടെന്ന് പാർട്ടി സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയതും. കാണാം നമുക്ക് സമാപനത്തിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറുന്ന സമയത്ത് എന്താണ് കേരള രാഷ്ട്രീയം വിധി എഴുതുന്നത് എന്നുള്ളത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.